ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്നാത്തിനാച്ചാ ഉടമ്പടി എടുക്കണതെന്ന്. അതിനൊരു ഉത്തരം എന്താ സംഭവം? അതിന് ഉത്തരം നമ്മുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. ജോമേഴ്സിക്ക് ഇടയ്ക്കൊരു അമ്പലം ഉണ്ടാകാനുള്ള അവൾ ഇത്രയും തീക്ഷ്ണമായിട്ട്. ഞാൻ അവളെ വിമർശിക്കത്തില്ല, കാര്യം അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ആളിന് ഇത്രയും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആളെന്ത് ചെയ്തിരിക്കണത്? ആളെ ചോദിക്കുന്ന മര്യാദയുള്ള കാര്യമാണ്. എന്താണ്? അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് അവളുടെ പ്രായത്തിൽ അവൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കന്നഡ പത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തെ അവൾ സാധൂകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ മലയാളം കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് കന്നഡ പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലായിടത്തും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട് ആൾ. കാര്യം എന്താ വെച്ചാൽ ആളിന് വിശ്വാസം വന്നത് എന്താണ്? ആളിന് വിശ്വാസം വരാൻ കാര്യം അമ്മ 2022 ഉടമ്പടി എടുത്താണ്. ഈ ജോമേശ്വര അമ്മ 2022 ഉടമ്പടി എടുത്ത ആളാണ്. അവർക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിനാണ്. എന്നിട്ട് ഈ കൊച്ച്, അവൾക്ക് 18 വയസ്സാണുള്ളത്. അപ്പോൾ അവളുടെ 3 വയസ്സിൽ മൈഗ്രെയിൻ തുടങ്ങിയതാണ്. അവൾക്കൊരു പ്രായമായി ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ ഇങ്ങനെ മൈഗ്രെയിൻ വന്നിങ്ങനെ തലകുത്തി കിടക്കണം കാണാം വീട്ടിൽ. തല ഇങ്ങനെ പൊട്ടണ കാരണം അവൾ പറയണത് ഞാൻ തന്നെയാണ് 6 തുകർത്ത് തലക്ക് അമ്മയ്ക്ക് വരിഞ്ഞ് വെക്കുമെന്ന്. 6 തുകർത്തെടുത്തിട്ട് അമ്മ ഇങ്ങനെ തലകുത്തി കിടക്കുന്ന കാരണം, ആ വേദന കൊണ്ട് പൊട്ടാൻ പോണ കാരണം ഈ തുകർത്തെടുത്ത് തലയ്ക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടി വെക്കും. 6 തുകർത്ത്. അതാണ്. അത് ഉടമ്പടി എടുത്ത ഒറ്റ ദിവസം കൊണ്ട് ഈശോ അത് പൂർണ്ണമായി സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടപ്പോഴാണ് ജോ മേഴ്സി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അമ്മയുടെ മൈഗ്രെയിൻ 15 വർഷമല്ലേ. അപ്പോൾ ഉടമ്പടിയിൽ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് നേഴ്സിംഗ് സീറ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഇടമാണ് അമ്മയോട് ചോദിക്കുക. അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അമ്മയോടുണ്ട്. അതാണ് ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടേണ്ട കാരണം. അത് എന്തും ചോദിക്കാം. നമുക്ക് ഏറ്റവും നല്ല ഒരു സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അമ്മ. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ഓർക്കുകയും ആ കനായിലെ കല്യാണത്തിൽ അമ്മ ആ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഇല്ലായ്മ കാണുന്നിട്ട് അമ്മ ഉടനെ ആ ഇല്ലായ്മ, ആ ഒരു വിഷയം മുഴുവനും അത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ തേടിപ്പിടിക്കണ കണ്ടേ. കൂട്ടത്തിൽ നിന്ന് യേശുവിനെ തിരക്കിയെടുത്ത് തേടിപ്പിടിച്ച് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അമ്മ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ ആ വിഷയത്തെ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് യേശുവിനെ തേടിപ്പിടിച്ച് ആ വിഷയം യേശുവിനെ ഏൽപ്പിക്കുന്നതാണ്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ ഇത്രയും ഇന്ധനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇത് ഡിഗ് ചെയ്യും തോറും നമുക്ക് ഖനികൾ, സ്വർണ്ണം ഇങ്ങനെ കുഴിച്ചെടുക്കണ പോലെയാണ് കാനായിലെ പ്രമേയം വരണത്. യേശുവിനെ തേടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് അമ്മ ഉയർത്തുന്ന ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? നിങ്ങൾക്ക് സങ്കടങ്ങളോ വേദനകളോ ഇല്ലായ്മകളോ വന്നാൽ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ്സ് പാസിഫൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ആശ്വാസം പ്രാപിക്കാൻ യേശുവേ ആണ് അതിൻ്റെ മാർഗമെന്നുള്ള ബാനർ, സ്ലോഗൻ ഉയർത്തുന്നത് അമ്മയാണ്. ആദ്യമായിട്ടും യേശുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നുള്ള വലിയ ശ്ലോകം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എക്കാലത്തെ ആത്മരക്ഷയുടെയും ഭൗതിക ദൈവ സമാശ്വാസത്തിൻ്റെ സ്ലോഗൻ ഉയർത്തുന്നത്. യേശുവിനെ തേടിപ്പിടിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയുടെ വഴികൾ പിന്തുടർന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലെ ക്രിസ്തുവിനെ കക്ഷിയാക്കാൻ ആവശ്യമായ ആധ്യാത്മിക പക്വതയിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഒരു പരുക്കമാറുന്ന അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല, പക്ഷെ മെക്കാനിസം മനസ്സിലാകും. ഇതെവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെയൊക്കെ നോക്കിയിട്ടും കുലുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിസ്റ്റ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും നേരം പറഞ്ഞിട്ടില്ല. മെക്കാനിസ്റ്റ് വന്നപ്പോഴാണ് പറയണത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോവും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോവും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിലെല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. आखिरी सवाल, म्यूचुअल फंड्स इतने सारे फंड्स किसमें करूं?